ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ അല്ല ചെയ്യുന്നത്. യൂട്യൂബ് സെലിബ്രിറ്റികളുടെ ആദ്യകാലത്തെ വീഡിയോയിലുള്ള ഇൻട്രോ, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലുള്ള ഇൻട്രോ, അത് തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നമ്മളെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് കോൺഫിഡൻസ് നൽകും. കാരണം അവർ ആദ്യം ചെയ്ത വീഡിയോക്കുള്ള ക്വാളിറ്റി, അതുപോലെ പ്രസൻറ്റേഷൻ, ഇതൊക്കെ നോക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലുള്ള പ്രസൻറ്റേഷൻ നോക്കുക. ആ ഒരു കമ്പാരിഷന് വേണ്ടിയിട്ടാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ 2.71 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള 968 വീഡിയോസ് അപ്ലോഡ് ചെയ്ത അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന ചാനലിൽ ആദ്യമായിട്ട് ഫേസ് കാണിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Hey, what's going on guys? I'm Salih and welcome to my channel Unboxing Dude. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് വന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഫേസ് കാണിച്ചത്. ആദ്യം ഇംഗ്ലീഷിലാണ് വീഡിയോ ചെയ്തത്. പ്രസൻറ്റേഷന് വലിയൊരു എനർജി ഒന്നുമില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ കാണുമ്പം എനർജിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. What's up guys? I'm Salih here. Welcome back to my channel Unboxing Dude guys. So എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 വീഡിയോയും കണ്ടു വന്ന്. ആദ്യത്തെ വീഡിയോ പതിഞ്ഞാണ് സംസാരിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ നല്ല എനർജി ഉണ്ട്. അദ്ദേഹത്തിന് ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ട് ഇപ്പം ഏകദേശം എല്ലാ വീഡിയോക്കും 5 ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസും ഉണ്ട്. അപ്പം ഈ ഒരു എനർജി ലെവലാണ് നമ്മളും നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. സുജിത്ത് ഭക്തൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബറാണ്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറും കൂടിയാണ്. അദ്ദേഹം ആദ്യം ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനൊരു റിസർച്ചിലായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ആ ഒരു എനർജിയും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലുള്ള ഒരു എനർജിയും നമുക്ക് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പോൾ 1.64 മില്യൺ സബ്സ്ക്രൈബേഴ്സും അതുപോലെ 1146 വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ മനസ്സിലാവും. വളരെ നല്ലൊരു പ്രസൻറ്റേഷനാണ്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വീഡിയോ നോക്കാം. നമസ്കാരം. ടെക് ട്രാവലിറ്റ് ഇപ്പോൾ ഉള്ളത് പൈനാപ്പിൾ സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ 2 വീഡിയോയും കണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയാൽ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണും. അതുപോലെ അവതരണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് യൂട്യൂബറാണ്. അപ്പോൾ ഇനി നമുക്ക് വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസ്കായുടെ ആദ്യകാല വീഡിയോ ഒന്ന് നോക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് ക്രാഫ്റ്റ് മീഡിയ എന്നായിരുന്നു. ആദ്യം ഡ്യൂട്ടി യുവർ സെൽഫ് എന്ന് പറയുന്ന വീഡിയോസ് ആയിരുന്നു നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. പിന്നീടാണ് കുക്കിംഗ് ചാനലിലേക്ക് പോയത്. അദ്ദേഹം ഇപ്പോൾ 4.25 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വെറും 240 വീഡിയോസിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹം ആദ്യം ഫേസ് കാണിച്ച് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ക്രാഫ്റ്റ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്രാഫ്റ്റ് മീഡിയോയിൽ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ കണ്ട്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയും കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസിൽ ഒന്നായ കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കി ഇത് കഴിക്കുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോയും കണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും സംസാരമൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ചാനലാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ചാനലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. സഞ്ജു ടെക്കി വ്ളോഗ്. ആദ്യകാലങ്ങളിൽ വെറും ടെക്കി വീഡിയോസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 440 വീഡിയോസാണ് അദ്ദേഹം അപ്ലോഡ് ചെയ്തത്. ആദ്യം അദ്ദേഹം ചെയ്ത വീഡിയോ നമ്മൾ കണ്ടുവരാം. ജിയോ ഗോൺ ക്രേസി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ജിയോ ഗോൺ ക്രേസി? വേറൊന്നുമല്ല, നമ്മുടെ ജിയോയുടെ പുതിയ ട്രിപ്പിൾ ക്യാഷ് ബാക്ക് ഓഫറിനെ പറ്റിയാണ്. ഈ പുതിയ ട്രിപ്പിൾ ക്യാഷ് ബാക്ക് ഓഫർ എന്താണെന്ന് അറിയണ്ടേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഒരു പാവം പയ്യന് ഒരു ടെക്കി വീഡിയോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ പതിഞ്ഞ എനർജിയിൽ. നമുക്ക് അദ്ദേഹത്തിന് പുതിയൊരു വീഡിയോ കാണാം. ഇപ്പൊ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, ഇത് അവൻ തന്നെയാണോ എന്നുള്ളത്. അതെ, സഞ്ജു ടെക്കി തന്നെയാണ്. ആദ്യം എനർജി ലെവൽ വളരെ ലോ ആയിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ വീഡിയോ ചെയ്ത അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു എനർജി ലെവലും കോൺഫിഡൻസും വളരെ ഹൈ ആണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചാനലിന്റെ വിജയം. 440 വീഡിയോസിൽ 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതുപോലെ നമ്മളും ഒരു ചേഞ്ചസ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജിയോ മച്ചാനും അതുപോലെ പ്രവീൺ മച്ചാൻ്റെയും M4Tech ചാനലിലെ ആദ്യത്തെ വീഡിയോ നമുക്ക് കണ്ടുവരാം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വരും. കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുവരാം. കൺകെട്ടും കൈയടക്കും എന്ന് പറഞ്ഞ M4Techന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇൻട്രോ വീഡിയോ ഒന്ന് കണ്ട് നമുക്ക് രണ്ടാമത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടുവരാം. ഹായ് ഫ്രണ്ട്സ്,
എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 വീഡിയോ നിങ്ങൾ കണ്ട് 259 വീഡിയോസ് കൊണ്ട് 5.65 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ മാത്രമാണ് ഇതിന് കാരണം. ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. ഓരോ വീഡിയോയും ഡ്യൂട്ടി യുവർ സെൽഫ് വീഡിയോ നമ്മളൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. അത് തന്നെയാണ് ആ ചാനലിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ബുൾജെറ്റിൻ്റെ ആദ്യകാല വീഡിയോയിൽ ഒന്ന് കണ്ടുവരാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എബിൻ. എൻ്റെ പേര് ലിബിൻ. ഇന്ന് മുതൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബുൾജെറ്റിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളൊരു വാൻ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ വളരെ കാമായിട്ടാണ് പറഞ്ഞത്. അവരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ്. അപ്പോൾ നിങ്ങൾ അവരെ രണ്ടാമത്തെ വീഡിയോ കണ്ട് ഇപ്പോൾ നോക്ക് എന്തൊരു എനർജിയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ അങ്ങോളം അവരുടെ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇന്നലെ മലപ്പുറത്ത് വെച്ച് മാസ്റ്റർ പീസിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് അവർ വന്നപ്പം വന്ന ക്രൗഡ്. അത്രക്കും ജനങ്ങൾക്ക് അവരെ എനർജിയും അവരെ പ്രസൻറ്റേഷനും ഒക്കെ ഇഷ്ടമാണ്. ആ ഒരു റിസൾട്ടാണ് ഇന്നലെ നമുക്ക് മലപ്പുറത്ത് പോലും കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ 2 വർഷത്തിനുള്ളിൽ 6 ലക്ഷത്തിൽ മുകളിൽ സബ്സ്ക്രൈബേഴ്സും 401 വീഡിയോസോളം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലും നമുക്ക് വളർന്നു വരാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. അവസാനത്തെ ആൾ കാർത്തിക് സൂര്യ, ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ആണ്. അതുമാത്രമല്ല ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ പീക്ക് എനർജി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്ളോഗിങ് ചാനലിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, ഇത് അദ്ദേഹം തന്നെ ആണോ എന്നുള്ളത്. നമുക്ക് ഏതായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഇന്ന് രാവിലെ എഴുതിച്ചത് മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെണ്ട പിടിക്കാൻ പോവാണ്. അപ്പം എന്താവോ എന്തോ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ട് വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരന്, ഒരു പാവം. പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോയും കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും രണ്ടാമത്തെ വീഡിയോ ഒന്ന് കാണാം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ 2 വീഡിയോയും കണ്ടു. ഈ ഒരു എനർജി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും അതുപോലെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും ആദ്യം കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരുന്നൊരു ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ പതിയെ പതിയെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 80% ആൾക്കാർക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ഇഷ്ടപ്പെടും. കാരണം ആരും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള ഡെയറൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. കള്ളിത്തുണി എടുത്തിട്ട് എയറോപ്ലെയിനിൽ പോവുക, അതുപോലെ പബ്ലിക്കായിട്ട് മെട്രോയിൽ പാട്ട് പാടുക, അങ്ങനെയുള്ള. പിന്നെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് പറയുന്നത് iPhone 11 Pro വാങ്ങാൻ വേണ്ടിയിട്ട് 1 ലക്ഷം റുപ്പീസിൻ്റെ കോയിൻസ് സംഭരിച്ചിട്ട് അതുമായിട്ട് മൊബൈൽ പർച്ചേസ് ചെയ്യുക. അതുപോലെ വളരെ ഡിഫറൻസ് ആയിട്ടുള്ള ചലഞ്ചും ഡെയറൊക്കെ ചെയ്യുന്നൊരു ചാനലാണ്. എല്ലാവർക്കും അറിയാം, എനർജി ലെവൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചാനലാണ്. അതിനനുസരിച്ച് വെറും 198 വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. ഇപ്പം 1 മില്യൺ അടിക്കാൻ പോവുകയാണ്. 999K സബ്സ്ക്രൈബേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. അതുമാത്രമല്ല, ഡ്രീമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. ചെറിയ കുറച്ച് വീഡിയോസ് മാത്രം ചെയ്ത് വളരെ വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാക്കിയ ഒരു യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ ഒന്ന് വീഡിയോ പോയിട്ട് കാണാം. ഞാൻ ഉറപ്പിച്ച് പറയാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. ഇതേതാണ് ഒരു പ്രാന്തൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ പറയുക. പക്ഷേ വീഡിയോ കാണും തോറും അധികം ആൾക്കാർക്കും എൻഗേജിങ് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ കഴിവാണ്. എനർജി ലെവൽ നമ്മളിലേക്കും എത്തിക്കും. ഫ്രണ്ട്സും കട്ട സപ്പോർട്ടാണ്. ഏതായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കേരളത്തിലെ 7 യൂട്യൂബ് സെലിബ്രിറ്റികളുടെ ആദ്യകാലത്തെ വീഡിയോസും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എനർജിയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അവരും ആദ്യത്തിൽ പതിഞ്ഞ് തന്നെ വളരെ പേടിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർ ടോപ്പിലെത്തി നിൽക്കുന്നത് അവരെ ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേഷനുമാണ്. നമ്മൾ ഒരിക്കലും യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അത് മാക്സിമം ക്വാളിറ്റിയിലും അതുപോലെ നിങ്ങളെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ടിന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് മാക്സിമം നിങ്ങൾ എഫേർട്ട് കൊടുത്തിട്ട് അതിലേക്ക് എൻഗേജിങ് ആയിരിക്കുക. ചിലപ്പം റിസൾട്ട് വന്നാലും വന്നില്ല നിങ്ങളത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.